ആരൊക്കെയാണ്? ഹലോ ഗായ്സ്, അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഞാനൊരു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നാളെ എൻ്റെ കിട്ടിയുടെ അടുത്തേക്ക് പോവാണ്. ആളുടെ അടുത്തേക്ക് ദുബായിലോട്ട് ഞാൻ പോവാണ്. അപ്പോൾ ചെറുതായിട്ടൊരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് കംപ്ലീറ്റ് ആക്കുമെന്നൊന്നും എനിക്കറിയില്ല. കംപ്ലീറ്റ് ആക്കിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഷോർട്സ് ആയിട്ട് അവിടെ ഇവിടെ കിടക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പരിപാടിയൊക്കെ പോകാം. കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ നാൾക്ക് ശേഷം തന്നെ വ്ളോഗ് ചെയ്യണതുകൊണ്ട് തന്നെ കുറച്ച് കുറവുകളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യാം. അപ്പോൾ എൻ്റെ പെട്ടിയും കാര്യങ്ങളൊക്കെ ഫുൾ രാത്രി തന്നെ പാക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വാപ്പ. ഞാൻ പുലർച്ചെ തന്നെ ടൈമിന് എണീറ്റു. സത്യം പറഞ്ഞാൽ ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ടെൻഷൻ അടിച്ചിട്ട്. രാവിലെ തന്നെ എണീറ്റ് ഞാൻ വേഗം റെഡി ആവട്ടോ. ഒരു 3:30 ആകുമ്പോഴേക്കും എണീറ്റു. വേഗം തന്നെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ റെഡി ആവലൊക്കെ കഴിഞ്ഞപ്പാടെ ഞാൻ മോനെയും വേഗം തന്നെ വിളിച്ചു കേട്ടോ. അങ്ങനെ മോനെ റെഡിയാക്കി നിർത്തുമ്പോഴേക്കും എൻ്റെ ഇക്കാക്ക് കാറും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കാറിൽ കയറിയിട്ട് നമ്മൾ നേരെ എയർപോർട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാൻ മാത്രം ഞങ്ങൾ നിർത്തിയിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ വേറെ എവിടെയും നിർത്തിയൊന്നുമില്ല, നേരെ കൊച്ചിയിലോട്ടാണ് പോയത്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു 4:45-5 മണിയാകുമ്പോഴേക്കും നമ്മൾ വീട്ടിൽ നിന്ന് വിട്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 6:30 മുമ്പായിട്ട് നമ്മൾ എയർപോർട്ടിലെത്തി. എനിക്കൊരു 7 മണിയൊക്കെ എത്തിയാൽ മതിയായിരുന്നു. ബട്ട് നമ്മൾ കുറച്ച് നേരത്തെ എത്തിയില്ല. അഥവാ എന്തെങ്കിലും ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ ഇനി പെട്ടുപോകണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ നേരത്തെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ എന്നെ അവിടെ ഞാൻ ഒരുപാട് നേരത്തെ എത്തിയതുകൊണ്ട് എനിക്ക് കുറച്ച് ടൈമൊക്കെ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നേ. എയർപോർട്ടിൻ്റെ അടുത്ത് ഇങ്ങനെ എത്തുന്നതോറും ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായി. കാരണം എന്നെ ഇവരിവിടെ ആക്കിയിട്ട് പോകുമല്ലോ, ഒറ്റയ്ക്ക് പോകേണ്ടതെന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. 2 കൊല്ലം മുമ്പാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്, പിന്നെ ഇപ്പോഴാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു ടെൻഷനും പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പേടിക്കാൻ മാത്രം വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്താ പറയുക, അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ പേടിക്കുന്ന അത്രയും സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒറ്റക്കാണ് എന്നുള്ളൊരു പേടി മാത്രം. ഞാൻ അങ്ങനെ എവിടെയും ഒറ്റക്ക് പോകാറില്ല, അതുകൊണ്ടായിരിക്കാം ഒരു പേടി ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് എന്നെ അങ്ങോട്ടാക്കിയതിന് ശേഷം ഓരവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ. എനിക്ക് ബോർഡിംഗ് പാസ് കിട്ടിയിട്ട് ഒരു പോളെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്താ പറയുക, അവരോട് ബൈക്ക് പറയുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ഉള്ളിലേക്ക് കയറ്റുമ്പോൾ ഉള്ള ഫസ്റ്റ് ചെക്ക് ചെയ്യുമല്ലോ. ചെക്ക് ചെയ്ത സമയത്ത് എൻ്റെ പാസ്പോർട്ടും എൻ്റെ വിസയൊക്കെ നോക്കിയിട്ട് ആൾ ഭയങ്കര നോക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, മോനെ എന്താണോ സംഭവം, ഇനി എന്നെ കണ്ടിട്ട് മനസ്സിലാവണില്ലേ. ഞാനപ്പോൾ ഒന്നൊന്ന് പേടിച്ചു പോയി കുറച്ച് നേരം. കാരണം കുറച്ച് കൂടുതൽ നേരം ആളെന്നെ അവിടെ നിർത്തി ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പാസ്പോർട്ടിലേക്ക് നോക്കും, എന്നെ നോക്കും, പാസ്പോർട്ടിലേക്ക് നോക്കും. പക്ഷേ പഠിച്ചോനെയൊക്കെ എന്നെ മനസ്സിലായിട്ടില്ല. എൻ്റെ പെട്ടി നോക്കും, എന്താണെന്ന് തിരിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഓക്കെ പൊക്കോളാൻ പറഞ്ഞപ്പോൾ സമാധാനമായി. അതൊക്കെ കഴിഞ്ഞ് ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടിയപ്പോൾ ഓരോട് പറഞ്ഞപ്പോൾ ഒരു പോയി. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ എമിഗ്രേഷനും ചെക്കിങ്ങും എല്ലാം അടിപൊളിയായിട്ട് കഴിഞ്ഞു. നേരെ നമ്മൾ ഗേറ്റിലേക്ക് പോയി. ഗേറ്റിൽ ചെന്നപ്പോൾ ഫസ്റ്റ് അവിടെ ആരും ഉണ്ടായിരുന്നില്ല, കാരണം ഞാൻ നേരത്തെ എത്തിയതാണല്ലോ. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് മോനക്ക് ജ്യൂസും സ്നാക്കൊക്കെ മേടിച്ചു കൊടുത്തു. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5-1.25 മണിക്കൂറോളം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. ഒരു 9 മണിക്ക് ശേഷമൊക്കെ ആയപ്പോഴാണ് ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തത്. എൻ്റെ മോനാണെങ്കിലോ പോവാന്ന് പറഞ്ഞ് വാശിയും കരച്ചിലൊക്കെ തുടങ്ങി. എങ്ങനെയൊക്കെയോ ഓനെ ഞാൻ അവിടെ പിടിച്ചിരുത്തി. അപ്പം മെല്ലെ ഓരോരുത്തരെ അങ്ങനെ കയറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളും വേഗം കയറി. പിന്നെ ഓന് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. പിന്നെ ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്നും പറയണോ, ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെ ഫുള്ള് അവിടെ ഉള്ളൊക്കെ തോണ്ടിയൊക്കെ ആയിട്ട് അങ്ങനെ അവൻ ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെയും വാശി തുടങ്ങിയപ്പോഴേക്കും ഓർക്ക് ഒരു ചെറിയ ടോയ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതും പിടിച്ചിരിപ്പായി കുറേ നേരം. അത് കിട്ടിയതിൻ്റെ ഒരു ഹാപ്പിയിൽ. അപ്പോൾ ഇതൊക്കെ അവനക്ക് ഫ്ലൈറ്റിൽ നിന്ന് കൊടുത്ത ഗിഫ്റ്റാണ് കേട്ടോ. അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ക്യൂട്ടായിട്ടുള്ള ഫോട്ടോ ഒക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറേ നേരം ഇങ്ങനെ എന്താ പറയുക ഇരുത്തായി. അപ്പോഴേക്കും മോനിക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഫസ്റ്റ് കുട്ടികൾക്കുള്ള ഫുഡാട്ടോ കൊണ്ടുവന്നത്. ഓരോ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്കുള്ളത് കൊണ്ടുവന്നത്. ഓൻ്റെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയണ്ട. ഓന് ഫുഡ് കിട്ടിയപ്പോൾ പിന്നെ ഭയങ്കര ഫുൾ ഹാപ്പിയായി. ജ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ ഓനക്കുണ്ടായിരുന്നത് പാസ്ത ആണ് കേട്ടോ. ഒരു അടിപൊളി ചിക്കൻ പാസ്ത ആയിരുന്നു, അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ എന്തെല്ലോ പേസ്റ്റ് ആക്കിയിട്ടൊരു സാധനം, പിന്നെ എന്തെല്ലോ ചീരയാണോ എന്താണെന്നറിയില്ല, എന്തോ ഒരു ഇലയൊക്കെ അങ്ങനെ എന്തോ ഒരു വറവ് പോലെ എന്തെല്ലോ ആക്കിയിട്ട്. പിന്നെ നല്ലൊരു ബ്രൗണി പോലത്തെ ഒരു കേക്ക് ഉണ്ടായിരുന്നു, ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു, ബണ്ണുണ്ടായിരുന്നു, ബട്ടർ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത് ബിരിയാണി ആയിരുന്നു കേട്ടോ. ബിരിയാണി, കേക്ക്, പിന്നെ എന്തെല്ലോ ഐറ്റംസുകളൊക്കെ ഉണ്ടായി. കേക്ക്, ചോക്ലേറ്റ്, കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ക്യാഷും ഉണ്ടായിരുന്നു. അതൊക്കെ തിന്ന് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ എൻ്റെ മോൻ ഉറങ്ങി. മൊത്തത്തിൽ നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മോൻ ഫ്ലാറ്റായി. അങ്ങനെ മോൻ ഉറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഞാനിങ്ങനെ നോക്കിയിരിക്കുകയാണ് ഏകദേശം ദുബായ് എത്താനായോ എന്ന്. നമുക്ക് ആ സ്ക്രീനിൽ കാണാമല്ലോ എത്ര കിലോമീറ്റർ ഉണ്ടെന്നൊക്കെ. അപ്പം ഞാനിങ്ങനെ അതൊക്കെ നോക്കിയിരിക്കുകയാണ്.
എന്തായാലും ഫോണും നമുക്ക് യൂസ് ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പോൾ പിന്നെ വേറെ മാർഗ്ഗമില്ല. ഭയങ്കര പോസ്റ്റായി. ഞാൻ കുറേ ഗെയിമൊക്കെ കളിച്ചിരുന്നു. പിന്നെ എനിക്ക് വിൻഡോ സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തവർക്കാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ കിട്ടിയില്ലെങ്കിലും ഞാനിങ്ങനെ എത്തിയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അൽഹംദുലില്ലാ നമ്മൾ ദുബായിൽ ലാൻഡ് ചെയ്തു. ലാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോകാൻ എനിക്ക് ചെറിയൊരു പേടിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ അടുത്തിരിക്കുന്നുണ്ടായിരുന്ന ചേച്ചീൻ്റെ കൂടെ ആട്ടോ ഞാൻ പുറത്തിറങ്ങിയത്. പുറത്തേക്ക് കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് ടൈം വന്ന പോലെ ഒന്നുമില്ല ഇപ്രാവശ്യം മെട്രോയിലൊക്കെ കയറി ചെയ്യണം എക്സിറ്റിലേക്ക്. അങ്ങനെ നമ്മൾ ആ ചേച്ചിയുടെ കൂടെ ഇറങ്ങിയതിന് ശേഷം നേരെ ലഗേജ് എടുക്കാൻ പോയി. ലഗേജൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ നേരെ എക്സിറ്റ് പുറത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മോൻ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ ഫുൾ അവിടെയാണ് അതുമ്മ പോകാനുള്ള ഒരു ഇതിൽ ഫുള്ളാകുമ്പോൾ തന്നെ കളിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അൽഹംദുലില്ലാ പുറത്തിറങ്ങി. എൻ്റെ കെട്ടിയവനെ കണ്ടു. നേരെ നമ്മൾ ഫുഡ് കഴിക്കാനാണ് കേട്ടോ പോയത്. ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓൾറെഡി ഫ്ലൈറ്റിൽ ഫുഡ് കഴിച്ച് വയറൊക്കെ ഫില്ലായതുകൊണ്ട് ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. മോനും എൻ്റെ ഹസ്ബൻഡൊക്കെ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് ബൊക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ റൂമിലോട്ടാണ് പോയത്. റൂമിലെത്തിയിട്ട് നമുക്ക് ഒരുപാട് ഐറ്റംസൊക്കെ റൂമിലേക്ക് വേണ്ടതൊക്കെ മേടിക്കാൻ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ.